एक साथ तीन सुख। तीन यात्री किसी शहर में से जा रहे थे, तभी एक सिक्का दिखाई दिया. മൂന്ന് യാത്രക്കാർ ഒരു പട്ടണത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ ഒരു നാണയം കണ്ടു. ആ സിക്ക. ഹം സബ്നെ ഇസെ ഏക് സാത്ത് ദേഖ ഇസ്ലിയെ യെ ഹം സബ് കാ ഹെ. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, നമ്മൾ മൂന്ന് പേരും ഒരുമിച്ചാണ് ഈ നാണയം കണ്ടത്, അതുകൊണ്ട് ഇത് നമ്മുടെ മൂന്ന് പേരുടേതുമാണ്. ഹാ ഹാ ക്യോ ന ഹം കുച്ച് ഖരീദ് കർ ആപ്പസ് മേ ബാണ്ട് ലേ. ആ ശരി തന്നെയാണ്, നമുക്ക് ഈ സിക്ക കൊണ്ട്, ഈ നാണയം കൊണ്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വീതം വയ്ക്കാം. ടീക്ക് ഹെ പർ ക്യാ ഖരീദ്. അപ്പോൾ ഈ മൂന്നാമത്തെ ആൾ പറയുകയാണ്, ശരി തന്നെ, പക്ഷെ നമ്മൾ എന്താണ് വാങ്ങിക്കുക? അദ്ദേഹം എന്താണ് പറയുന്നത്? മേരാ തോ മൻ മീठी ചീസ് ഖാനെ കാ കർ രഹാ ഹെ. എനിക്ക് സ്വീറ്റ്സ് എന്തെങ്കിലും കഴിക്കാനാണ് തോന്നുന്നത്, എനിക്ക് മധുരമുള്ളത് എന്തെങ്കിലും കഴിക്കാനാണ് തോന്നുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ടീക്ക് ഹെ പർ കൈ മീठी ചീസെ ഖരീദേംഗെ. ശരി, പക്ഷേ നമുക്ക് ഒരുപാട് സ്വീറ്റ്സ് വാങ്ങിക്കണം. പർ മുझे പ്യാസ് ബുझാനെ കെ ലിയെ കുച്ച് ചാഹിയെ. അപ്പോൾ ഇദ്ദേഹം എന്താണ് പറയുന്നത്? എനിക്ക് ദാഹം ശമിപ്പിക്കാനായിട്ട് എന്തെങ്കിലും വേണം. ഏക് മിഠായി ഹി ബഹുത് ഹെ. ഒരു സ്വീറ്റ് തന്നെ വളരെയധികമാണ്. മുझे तो കഹി ചാഹിയെ. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, എനിക്ക് ഒരുപാട് വേണം. മുझे പ്യാസ് ലഗി ഹെ. എനിക്ക് ദാഹിക്കുന്നുണ്ട്. ഇദ്ദേഹം പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വൃദ്ധൻ അതിലൂടെ വന്നു. അദ്ദേഹം ചോദിക്കുകയാണ്, ക്യാ ബാത് ഹെ ആപ് ലോഗ് ജഗഡ് ക്യോ രഹേ ഹെ. എന്താണ് കാര്യം, നിങ്ങൾ എന്താണ് വഴക്കുണ്ടാക്കുന്നത്? തീനോനെ ബുഡേക്കോ സമസ്യ ബത്തായി. മൂന്ന് പേരും കൂടെ ഈ വൃദ്ധനെ തങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുത്തു. അരേ ബസ് ഇത്നി സി ബാത് ബഡ ആസാൻ സ ഉപായ ഹെ. അപ്പോൾ വൃദ്ധൻ പറയുകയാണ്, ഇത്രയേ ഉള്ള കാര്യം, എളുപ്പമായിട്ടുള്ള ഒരു ഉപായമുണ്ട്. കുച്ച് അങ്കൂർ ഖരീദ് ലീജിയെ. കുറച്ച് ഗ്രേപ്സ് വാങ്ങിച്ചോളൂ. യേ തോ മീഠേ ഹെ. ഇതിന് നല്ല മധുരമുണ്ട്. യേ തോ ബഹുത് സാരേ ഹെ. ഇത് വളരെ അധികമുണ്ട്. യേ മേരി പ്യാസ് ബുझായേംഗെ. ഇതെൻ്റെ ദാഹം ശമിപ്പിക്കും. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഇതിന് നല്ല മധുരമുണ്ട്. ഇദ്ദേഹം പറയുകയാണ്, ഇത് ഒരുപാടുണ്ട്. ഇദ്ദേഹം പറയുകയാണ്, ഇതെൻ്റെ ദാഹം ശമിപ്പിക്കും. ഉസ് ബുजुर्गനെ ഹമാരി സമസ്യ ബഡി ആസാനി സെ ഹൽ കർത്തി. ആ വൃദ്ധൻ നമ്മുടെ പ്രശ്നം വളരെ എളുപ്പത്തിൽ തന്നെ പരിഹരിച്ചു.